ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ആക്ച്വലി നിങ്ങളുടെ എനർജി, ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ എനർജി ആൻഡ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ്. ഓക്കെ, ഞാൻ ഈ വീക്കെൻഡ് ആകുമ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് സമയം ആകുമ്പോഴേക്കും നിങ്ങൾക്കുള്ള ന്യൂ ഇയറിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ഇടാൻ ശ്രമിക്കാം. അതേത് രീതിയിൽ വേണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ലൈക്ക് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും മാച്ചായി കിട്ടാൻ പോലെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് എപ്പോഴും ഒരിക്കൽ നക്ഷത്രം വെച്ചിട്ടും മാസം വെച്ചിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ നോക്കട്ടെ, ഞാൻ അതിൻ്റെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. സമയവും വേണം, അത് ലോങ് റീഡിങ് ആവും, 2 വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ഞാനത് 25th അടുത്തായിട്ട് അങ്ങനത്തെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഡീറ്റെയിൽ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ. ഓക്കെ, എനിവേ ഇതിപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ എനർജി, ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഓക്കെ, വാട്ട് ഷുഡ് യു നോ ടുഡേ? ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇത് ടെമ്പറൻസ് ആണ്, 8 of Pentacles, ഫുൾ കാർഡ്. ഓക്കെ, ഒന്ന് 2 കാർഡ് കൂടി എടുക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, കിങ് ഓഫ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ദ മജീഷ്യൻ. വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട് ഇവിടെ. വെരി ഗുഡ്. ഓക്കെ, ഒന്നാമത് എനിക്ക് കാണുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മോഡറേഷൻ കൊണ്ടുവരിക. ആദ്യത്തെ കാര്യം മോഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്തും ഓവറായിട്ട് ചെയ്യാതിരിക്കുക. മേ ബി നിങ്ങൾ ഒരുപാട് ഇപ്പോൾ വർക്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതായത് വർക്കിലേക്ക് വേണ്ടി കൂടുതൽ എഫേർട്ട് ഇടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ജോലി, കരിയർ, ഫൈനാൻസ്, അതിലേക്കാണ് നിങ്ങളുടെ ഇപ്പോൾ ഒരുപാട് ശ്രദ്ധ. ഐ തിങ്ക് ഓക്കെ, കുറച്ച് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കതൊരു ഒരുപാട് ബേർഡനായി മാറും. ഓക്കെ, ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്ത് ചെയ്യാം. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ കുറച്ച് കൂടുതലാവുന്നുണ്ട്. ഓക്കെ, വർക്ക് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക, നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മളുടെ ഒരു റിലാക്സേഷൻ എല്ലാം ആവശ്യമാണ്. സോ അതിന് ഐ തിങ്ക് ഒരു മോഡറേഷൻ്റെ ഒരു വാർണിംഗ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. എല്ലാം ഒന്ന് ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓവറായിട്ട് പ്രാക്ടിക്കലോ ആവണ്ട, ഒരുപാട് ഓവർ ഇമോഷണലോ ആവരുത്. പക്ഷേ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ കൂടുതൽ പ്രാക്ടിക്കലാണ് ആവുന്നത്. നിങ്ങൾ ഒരുപാട് ജോലി, കരിയർ അങ്ങനത്തെ കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഗെയിൻ വേണം, ആ രീതിക്കൊക്കെ ഐ തിങ്ക് ഇപ്പോൾ കൂടുതൽ ചിന്ത പോകുന്നുണ്ടാവും ഇവിടെ. എനിവേ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. ഫുൾ കാർഡ് കാണുന്നുണ്ട്. നിങ്ങൾ എന്തോ പുതിയതായിട്ട് തുടങ്ങാൻ, നിങ്ങളുടെ ലൈഫ് തന്നെ ചിലപ്പോൾ ഒന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കാം. ആ തുടക്കം നിങ്ങൾക്ക് വരും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ലൈഫിൽ. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. എനിവേ, നിങ്ങളുടെ കയ്യിൽ തന്നെ കഴിവുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഓവറായി പോകരുത്. ഓക്കെ, ഒരു ബാലൻസ് വെക്കുക എപ്പോഴും. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്, ലക്ക് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ഓവർ പ്രാക്ടിക്കലായി പോകുന്നുണ്ട്. കൂടുതൽ എല്ലാം പെൻറ്റക്കിൾസ് എനിക്ക് കാണുന്നത്. എന്ന് വെച്ചാൽ വളരെയധികം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ മാത്രം ഡീൽ ചെയ്യാണ്. അത് ചില സമയത്ത് നിങ്ങളെ തന്നെ അത് അവസാനം തളർത്തി വിടും. ഓക്കെ, അത് എന്താ പറയുക, അങ്ങനെ ഓവർ ആവാൻ പാടില്ല ഏത് കാര്യം. ഇവിടെ എല്ലാം ഐ തിങ്ക് കൂടുതലും എനിക്ക് കാണുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു തിങ്കിങ് ആണ് കാണുന്നത്. ഒരു ലേശം മോഡറേഷൻ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടും, വേണ്ടതെല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഓക്കെ, ഐ തിങ്ക് ആ ഒരു സ്ട്രെസ് കൊണ്ട് നിങ്ങൾ ഓവർ ഡൂ ചെയ്യുകയാണ്. പക്ഷെ അങ്ങനെ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ടയർഡ്നെസ്സോ ഒക്കെ ഫീൽ ചെയ്യാം. എന്തിനാണ് ബാലൻസ് വേണ്ടത്? എല്ലാം എല്ലാം അങ്ങനെയാണ് വരുന്നത്. ഒരുപാട് ആവുന്നുണ്ട്. കുറച്ചൊരു ഐ തിങ്ക് ഓവർ ദ എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. ഐ തിങ്ക് നിങ്ങൾ വല്ലാതെ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ. ഡെവിൾ എനർജിയാണ്, അതൊരു തരം ഒബ്സഷനായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് എനിക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മാറ്റിയെടുക്കണം, സ്ട്രോങ് ആവണം എന്ന രീതിക്കൊക്കെ. ഓക്കെ, ബട്ട് എനിവേ സാധിക്കും, നിങ്ങൾക്ക് ഇല്ല എന്നല്ല. ഓക്കെ, നിങ്ങൾക്ക് അതിലൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. ബട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. ടെമ്പറൻസ് ആദ്യം വന്നതുകൊണ്ട് ഓക്കെ, നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സിന് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം പോസിറ്റീവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ നേടാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് സാധിക്കും ചെയ്യും തീർച്ചയായിട്ടും. എനിക്ക് ടെൻഷൻ വേണ്ട, ഒന്ന് റിലാക്സും കൂടി ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ നേടിയെടുക്കാൻ. അത് നമ്മൾ പറയില്ലേ, ഇനി എന്താ പറയുക, ഈ 2024 ഒക്കെ കഴിയുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനൊന്നും അച്ചീവ് ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഒരുപാട് നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കും നിങ്ങൾ. പക്ഷെ സാധിക്കും, നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്തും. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് വരും, നല്ലത് വരുന്നുണ്ട്.
ഓക്കെ, പേജ് ഓഫ് യെസ്, ഒരു ലേശം ഒന്ന് ഫൺ കൂടി ഒരു പാർട്ടാക്കുക നിങ്ങളുടെ. ഓക്കെ, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടോ നിങ്ങളൊന്ന് കുറച്ച് ഫണ്ണിന് കൂടി കുറച്ച് സമയം മാറ്റി വെക്കാം. ഓക്കെ, ഒരുപാട് ലൈക്ക് പ്രാക്ടിക്കലായിട്ട് പോകുന്ന പോലെ തോന്നി എനിക്ക്. ബട്ട് യെസ്, പേടിക്കേണ്ട, നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, എല്ലാം നടക്കും. ബട്ട് ഒരു ബാലൻസ് വെക്കൂ. ഓക്കെ ഓക്കെ, ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് ഇത് നമ്മുടെ ഓക്കെ, ലോൺലിനെസ്, ചേഞ്ച്, പ്രൈഡ്, ലവ്, ഓക്കെ, ആൻഡ് സറണ്ടർ. യെസ്, ഇതാണ് ആക്ച്വലി പറഞ്ഞത്. ഫർഗിവ്നെസ്, ഓക്കെ. ലോൺലിനെസ് ഉണ്ട്. ഐ നോ ദാറ്റ് ഐ എം നെവർ അലോൺ. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ലോൺലിനെസ്, നിങ്ങൾ ഇപ്പോൾ ഹാർഡ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് ആരും ഇല്ല. അപ്പോൾ നിങ്ങൾ ഫുൾ വർക്ക്, നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ വർക്കിലേക്കും കരിയറിലേക്കും, കരിയർ ബിൽഡ് ചെയ്യാനും അതിനൊക്കെ നിങ്ങൾ കൊടുക്കുകയായിരിക്കും. ബട്ട് നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന യൂണിവേഴ്സ് ഇവിടെ അഷ്വറൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്നുള്ള വിശ്വാസം വയ്ക്കുക. ഞാനിവിടെ ചേഞ്ച് വരുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നത്തിങ് ക്യാൻ ഗ്രോ ഓർ ഇവോൾവ് വിതൗട്ട് മൂവ്മെൻറ്റ്. ഓക്കെ, യെസ്, ചില ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരും. ആൻഡ് ഐ തിങ്ക് യെസ്, നിങ്ങൾ ആ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആണ്. എനിവേ, നല്ല കാര്യങ്ങളാണ്. ഓക്കെ, പ്രൈഡ്, ഐ ലവ് മൈസെൽഫ് ആൻഡ് ഐ സീ മൈസെൽഫ് ഇൻ എവറി വൺ. ഓക്കെ, ഇത് പ്രൈഡ് എന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു അഭിമാനമുണ്ട് എന്ന് പറയില്ലേ, അഭിമാനമുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഐ തിങ്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെയും അതേപോലെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്നേഹിക്കണം എന്നുള്ളൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഐ തിങ്ക് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഓൾറെഡി. നല്ല കാര്യം. ഐ കമ്മിറ്റ് ടു ദ പ്രാക്ടീസ് ഓഫ് സീയിങ് ദ ഗുഡ് ഇൻ ഓൾ തിങ്സ്. യെസ്, രണ്ടും അതേ കാര്യമാണ് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾ മറ്റുള്ളവരിലും നല്ലത് കാണുന്നുണ്ട്. അവനവനെയും നിങ്ങൾ മാനിക്കുന്നുണ്ട്. അവനവൻ ചെയ്യുന്ന കാര്യങ്ങളിലും നിങ്ങൾക്ക് അഭിമാനമുണ്ട്. മറ്റുള്ളവരെയും നിങ്ങൾ അതേപോലെ ഈക്വൽ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് എല്ലാവരോടും സ്നേഹം, എല്ലാ കാര്യത്തിലും നിങ്ങൾ സ്നേഹം കാണുന്നുണ്ട്. വെരി ഗുഡ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഓക്കെ, സറണ്ടർ, ഐ ക്യാൻ റിലീസ് മൈ നീഡ് ടു കൺട്രോൾ. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എല്ലാം എന്തൊക്കെയോ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്ന പോലെ. ഓക്കെ, കുറച്ചൊക്കെ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിന്. ഓക്കെ, ഒരല്പം ഒരുപാട് സ്ട്രെസ് ആവണ്ട എന്നാണ് ഉദ്ദേശം. ഞാൻ പറയുന്നതിന് ഉദ്ദേശം അതാണ്. എന്നിട്ട് നിങ്ങൾ സ്ട്രെസ്സായിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഒരുപാട് അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താവും വെച്ചാൽ, ഈ ബാലൻസ് ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം ഈ ചെയ്തതിനൊന്നും സാറ്റിസ്ഫാക്ഷൻ കൂടി തോന്നില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാം വേണം ലൈഫിൽ, എല്ലാം ഈക്വൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അഡ്വൈസസ് ആയിട്ട് എടുക്കാം. ഐ നോ ദാറ്റ് ഐ എം നെവർ അലോൺ. നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന് പറയാം. ആൻഡ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ട്. യെസ്, അതിന് വേണ്ട എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് കാണുന്നുണ്ട്. സോ വെരി ഗുഡ്. നിങ്ങൾ യെസ്, മറ്റുള്ളവരെയും ഈക്വലായിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷെ ലേശം ഒരു കൺട്രോൾ ഒന്ന് വിട്ടുകൊടുത്തേക്കുക. ഒരല്പം യൂണിവേഴ്സിൻ്റെ കയ്യിലേക്ക് കൂടി നിങ്ങൾ വിട്ടുകൊടുക്കുക. ഓക്കെ, സോ എല്ലാം നല്ലതിനാവട്ടെ, നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.